ഞാൻ പണ്ട് സിനിമകൾക്ക് റേറ്റ് നൽകുമായിരുന്നു. ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തി വെച്ചതാണ്. കാരണം ചില സിനിമകൾ തിയേറ്ററിൽ കണ്ട ഫീൽ പിന്നീട് കാണുമ്പോൾ ഉണ്ടാവുകയില്ല. അപ്പോൾ അത്രയും കൂടിയ റേറ്റിംഗ് എന്തിനു കൊടുത്തു, അല്ലെങ്കിൽ ചിലതിന് അത്രയും എന്തുകൊണ്ട് കുറഞ്ഞു പോയെന്ന് എനിക്ക് തന്നെ പേഴ്സണലി ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നിർത്തിയതാണ്. എന്തായാലും ഈ പടത്തിന് ഞാനൊരു റേറ്റിംഗ് നൽകുന്നുണ്ട്. അത് വീഡിയോയുടെ അവസാനം പറയാം. F1 എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ടോപ്പ് ഗൺ മാവറിക് എന്ന സിനിമയ്ക്ക് ശേഷം ജോസഫ് കസിൻസ്കി സംവിധാനം ചെയ്ത സിനിമയാണിത്. ബ്രാഡ് പിറ്റ്, ഡാംസൺ ഇഡ്രിസ്, കേറി കോണ്ടൻ തുടങ്ങിയ പ്രധാന വേഷങ്ങൾ വന്ന ഈ ഇംഗ്ലീഷ് സ്പോർട്സ് ഡ്രാമ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഒരു കിടിലൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് F1. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടി തോന്നിയ ഒരു സിനിമ എന്ന് പറയാം. ഞാൻ F1 ഫാൻ ഒന്നും അല്ല, അത് തന്നെ പറയാണ്. F1 സ്പോർട്സിനെ കുറിച്ച് വലിയ ധാരണയുള്ള ആളല്ലാഞ്ഞിട്ട് കൂടി എനിക്കും പടം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് കാര്യം. എന്ന് മാത്രമല്ല വളരെ സ്ട്രോങ് ആയിട്ട് ഇമോഷണൽ കണക്ഷനും ഉണ്ടായി. അതുകൊണ്ട് നിങ്ങൾ F1 ഫാൻ അല്ല എന്ന് കരുതി പടം കാണാതെ മിസ് ചെയ്യരുത്. പക്ഷെ F1നെ കുറിച്ചുള്ള അറിവ് കുറവായതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ പറയാം. മത്സരത്തെക്കാൾ കൂടുതൽ ഇതൊരു റിയൽ ലൈഫിന്റെ റെപ്രസെന്റേഷൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. തോറ്റുപോയവരുടെ കഥയാണ് ഈ സിനിമ എന്ന് പറയാം. ഇതിലെ നായകൻ ബ്രാഡ് പിറ്റ് അവതരിപ്പിച്ച സണ്ണി ഹൈസ് അന്യായ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളായിരുന്നിട്ടും ഒരുപാട് ഹൈറ്റ്സിലൊക്കെ എത്തേണ്ട ഒരാളായിരുന്നിട്ടും അനുഭവങ്ങൾ വളരെ ഡിഫറെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ റൂബൻ F1ലെ തന്നെ ഏറ്റവും മോശം ടീം എന്ന് അപഖ്യാതിയുള്ള ഒരു ടീമിന്റെ ഓണറാണ്. സോ ജയിക്കാൻ വേണ്ടിയുള്ള ആ ഒരു സ്ട്രഗിൾ നടത്തുന്ന കുറച്ച് ആൾക്കാരാണ് ഇതിലുള്ളത്. അങ്ങനെ ഇതിലെ ഓരോ ടീം മെമ്പേഴ്സിനെ കാണുമ്പോഴും എനിക്ക് പേഴ്സണലി എന്റെ തന്നെ ഒരു പ്രതിനിധി പോലെ, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാരുടെയൊക്കെ പ്രതിനിധികളെ പോലെയാണ് തോന്നിയത്. അത്രയ്ക്ക് ക്യാരക്ടേഴ്സിനോട് നമുക്ക് ഒരു പേഴ്സണൽ ഇഷ്ടം തോന്നും. അതൊരു നല്ല സ്ക്രിപ്റ്റിന്റെ ഗുണം തന്നെയാണ്. പെർഫോമൻസിൽ ബ്രാഡ് പിറ്റിന്റെ എല്ലാ ക്യാരക്ടേഴ്സും അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ആണെന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റോളാണ് ഈ പടത്തിലുള്ളതും. ചെറിയ ചില തമാശകൾ, ആ ക്യാരക്ടറിന്റെ ഭൂതകാലം ഹൗണ്ട് ചെയ്യുന്നത്, അതുപോലെ ഇമോഷണൽ പോർഷൻസ്, കോക്പിറ്റിൽ ഇരുന്ന് കഴിഞ്ഞാലുള്ള പുള്ളിയുടെ സ്വഭാവം എല്ലാം ഭയങ്കര രസമായിട്ട്, കൺവിൻസിംഗ് ആയിട്ട്, ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പത്രസമ്മേളനത്തിൽ എല്ലാം യാ പറയുന്നതൊക്കെ ഇങ്ങനെ ഭയങ്കര രസമായിരുന്നു. ഇതിൽ ആകെ കുറച്ച് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളത് സെക്കൻഡ് ഹീറോ ആയിട്ടുള്ള ജോഷുവയുടേതാണ്. അവനോട് പോലും കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഇഷ്ടം വരും. ഡാംസൺ ഇഡ്രിസ് ആണ് ഗംഭീരമായിട്ട് ആ റോൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ റൂബനായിട്ട് വന്നിരിക്കുന്നത് ഹാവിയർ ബർഡം ആണ്, നമ്മുടെ നോ കൺട്രി ഫോർ ഓൾഡ് മാനിലെ ഒക്കെ അറിയാലോ. പിന്നെ കേറ്റ് ആയിട്ട് വന്ന കേറി കോണ്ടൻ, പുള്ളിക്കാരിയും കിടുവാണ്. പിന്നെ ജോഷുവയുടെ അമ്മ, മറ്റേ ടയർ ഗണറായിട്ട് വന്ന കാലി കൂക്കി, എല്ലാവരും നൈസ് പെർഫോമൻസ് ആണ്. എല്ലാ ക്യാരക്ടേഴ്സിനോടും നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നും. നല്ലവരല്ലാതെ കൂടെ നിന്നിട്ട് കുതികാല് വെട്ടുന്ന ടൈപ്പ് കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. മൊത്തത്തിൽ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ, നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന പല മുഖങ്ങൾ കഥാപാത്രങ്ങളായിട്ട് നമുക്കറിയാവുന്ന സാഹചര്യങ്ങൾ ഒക്കെ ഒരു ഫോർമുല 1 റേസിന്റെ പശ്ചാത്തലത്തിൽ സിനിമയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രം. ടെക്നിക്കലിയും സൗണ്ട് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. ക്യാമറ അന്യായമാണ്. കാറിനുള്ളിലും അടിയിലും മുകളിലും എവിടെയൊക്കെയാണ് ക്യാമറ വെച്ചേക്കെന്ന് അറിയത്തില്ല. എഡിറ്റിംഗും ായിരുന്നു. അതുപോലെ ഹാൻസ് സിമ്മേഴ്സ് ആണ് ഇതിന്റെ മ്യൂസിക്, പറയേണ്ട കാര്യമില്ലല്ലോ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചുമ്മാ പൊളിച്ചു വെച്ചേക്കാണ്. ഇതിന്റെ സ്കോറും മ്യൂസിക്കും കൊണ്ട് പടത്തെ തന്നെ വേറെ ലെവലാക്കുന്നുണ്ട്. പിന്നെ പഴയ കാലഘട്ടം കാണിച്ചേക്കുന്ന രസം ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ഡി-ഏജിങ് ആണോ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇനി വിഗ് വെച്ചിട്ട് ക്ലീൻ ഷേവ് മാത്രം ചെയ്തതാണെങ്കിലും എന്തായാലും കൊള്ളാം. ബ്രാഡ് പിറ്റിനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെറുപ്പമായിട്ട് കാണിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പടത്തിന്റെ പ്രൊഡക്ഷൻ വാല്യൂ നൈസാണ്. എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു നെഗറ്റീവ് ഫീൽ, അത് എന്റെ ഒരു അറിവ് ഇല്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. അതെന്താണെന്ന് വെച്ചാൽ നോൺ F1 ഫാൻസ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫിലെ കുറെ ടെക്നിക്കൽ സംഭവങ്ങളൊക്കെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കും. എനിക്കതുണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് കടന്നവൻ എങ്ങനെ ഫസ്റ്റിലേക്ക് വന്നു, അതുപോലെ മനഃപൂർവ്വം വേറൊരു കാറിനെ കൊണ്ടിടിച്ചത് ഗുണമുണ്ടാക്കിയത് എങ്ങനെ, ഈ സേഫ്റ്റി കാർ പീരിയഡ് സംഭവം. പക്ഷെ ഇതിലെ നായകൻ സണ്ണി തുടക്കത്തില് പുതിയ മെഷീൻസുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് കുറച്ച് പ്രയാസം പുള്ളിക്കുണ്ടായതുപോലെ ഞാനും പുള്ളിയെ പോലെ അത് ഓവർകം ചെയ്തു എന്ന് പറയാം. എനിക്കത് ശരിക്കും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. മത്സരത്തെ കുറിച്ച് കൂടുതൽ പേഴ്സണലി എനിക്ക് അറിയാൻ പറ്റി. അപ്പം പടം കണ്ടിറങ്ങിയപ്പോൾ F1 മത്സരങ്ങൾ ഇനി തൊട്ട് കാണണം എന്നൊരു ഫീൽ, അല്ലെങ്കിൽ ഞാനും ഒരു F1 ഫാനായി, അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി. അതാണ് ഒരു നല്ല സിനിമയുടെ ലക്ഷണം. ഞാൻ പറഞ്ഞു വന്നത്, എന്തായാലും F1നെ കുറിച്ച് ഒരു ബേസിക് ധാരണ അല്ലെങ്കിൽ കുറച്ച് അറിവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നല്ലതാണ് പടം കാണാനായിട്ട്. ഞാൻ കുറച്ചുകൂടി ഒന്ന് റീസെർച്ച് ചെയ്ത് കുറച്ചുകൂടി പഠിച്ചിട്ട് കാണണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. സോ അത് ഞാൻ പറഞ്ഞ പോലെ എന്റെ അറിവില്ലായ്മ കൊണ്ടുണ്ടായ ഒരു നെഗറ്റീവ് ആണ്. പിന്നെ വേറൊരു നെഗറ്റീവായിട്ട് പടത്തിൽ ഫീൽ ചെയ്തത് ഇതിലെ കമന്റേറ്റേഴ്സ്. F1ലെ തന്നെ ഏറ്റവും മോശം ടീമാണ് APX GP എന്ന് പറഞ്ഞ ഇവരുടെ ടീം. അതിലെ 2 ഡ്രൈവറെ കുറിച്ച് മാത്രം എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ ഒരു ടീമിലെയും ഡ്രൈവേഴ്സിനെ പറ്റി ഇവർ ഇത്രയും എപ്പോഴും സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. നായകന്മാരായതുകൊണ്ട് മാത്രം ഈ ഒരു ടീമിലെ സണ്ണിയെ കുറിച്ചും ജോഷുവയെ കുറിച്ചും മാത്രം എപ്പോഴും കമന്ററി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഓവർ അല്ലേ, ലോജിക്കലി അത്ര കറക്റ്റ് ആയില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആകെ മൊത്തം ടോട്ടലി പേഴ്സണലി എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലോസ് ടു ഹേർട്ട് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. 2025ലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോളിവുഡ് മൂവി എന്ന് പറയാം. ആകെയുള്ള ഒരു സങ്കടം എനിക്കിത് IMAX-ലൊന്നും കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് സാധിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കാണാൻ ശ്രമിക്കുക. ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പടമാണ്. തിയേറ്ററിൽ തന്നെ കാണുക, മിസ് ചെയ്യരുത്. ഫാമിലിയുടെ കൂടെ തന്നെ പോയി
പോയി കാണുക. പടം 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാവുന്നതാണ്. 2 മണിക്കൂർ 36 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. പിന്നെ റേറ്റിംഗ്, ഈ പടത്തിന് ഞാൻ കണ്ണടച്ച് 8.5 ഔട്ട് ഓഫ് 10 റേറ്റിംഗ് നൽകും. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.